ഹലോ. IPL ഇന്നത്തെ മത്സരം KKR വേഴ്സസ് SRH. അതും KKRൻ്റെ ഹോം ഗ്രൗണ്ടായ ഈഡൻ ഗാർഡൻസ് വെച്ചിട്ട്. അപ്പം പൊതുവെ ഈഡൻ ഗാർഡൻസിൻ്റെ ഒരു പിച്ച് എന്ന് പറയുന്നത് ഒരു ചേസിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പിച്ചാണ്. നമ്മൾ ഇന്നുവരെ ആയിട്ടുള്ള മത്സരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം കൊൽക്കത്തയുടെ ഇപ്പോഴത്തെ ഒരു ഓപ്പണർ, വൺ ഓഫ് ദി ഓപ്പണർ, അതായത് ഫിൻ അലൻ, പുള്ളി വേൾഡ് കപ്പിൽ എനിക്ക് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഒരു ക്വിക്ക് ഫയർ സെഞ്ചുറി അടിച്ചിരുന്നു. അപ്പോൾ ആ സെഞ്ചുറി അടിച്ചതും ഇതേ ഗ്രൗണ്ടിൽ തന്നെയാണ്. അത് കൊൽക്കത്തയ്ക്ക് ഇപ്പം ഒരു ആഡഡ് അഡ്വാൻറ്റേജസ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ക്ലൈമറ്റിനെ പറ്റി പറയുവാണെങ്കിൽ ഇപ്പോൾ അടുപ്പിച്ച് 3 കളിയായിരിക്കും കൊൽക്കത്തയ്ക്ക് ഹോസ്റ്റ് ചെയ്യാനുണ്ടാവുക. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോഴത്തെ ഒരു 2 കളി എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെതർ റിപ്പോർട്ട് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ക്ലൈമറ്റ് ആയിരിക്കും. എനിക്ക് തോന്നുന്നത് അടുത്ത ഏറ്റവും വരുന്ന ലാസ്റ്റ് 3-ാമത്തെ കളി ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും അവിടെ ഒരു മഴയ്ക്കുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ വെതറിന് യാതൊരു ഇമ്പാക്റ്റും ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ ടീം ന്യൂസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കളി റെഹാനെയും ഫിന്നലിനും കൂടെയാണ് കൊൽക്കത്തയ്ക്ക് വേണ്ടി ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. അപ്പം ഒരു വിൻറ്റേജ് റെഹാനെ പോലെ ആയിരുന്നില്ല നമ്മൾ ആ ഒരു ഷോട്ട്സും ഇതൊക്കെ കണ്ടത്. നല്ലൊരു സ്ട്രൈക്ക് റേറ്റ് തന്നെ പവർ പ്ലേയിൽ അത്യാവശ്യം ബൗണ്ടറീസ് ഒക്കെ നേടി റെഹാനെ സ്റ്റാർട്ട് ചെയ്തത്. കൂട്ടത്തിൽ തന്നെ ഫിന്നലിനും കുറച്ച് ബെറ്റർ ആയിട്ട്, അല്ലെങ്കിൽ കുറച്ച് ക്വിക്ക് ഫയർ ആയിട്ട് തന്നെ റൺസ് കണ്ടെത്തുന്നുണ്ടായിരുന്നു. ഇപ്പം ഇന്നത്തെ കളിയിൽ മിക്കവാറും ഹോം കണ്ടീഷൻസും ഇതെല്ലാം കൂടെ മുതലാക്കി കഴിഞ്ഞാൽ കൊൽക്കത്തയ്ക്ക് ഈസി ആയിട്ടൊരു ജയം തന്നെ ഇന്ന് ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങേ സൈഡിൽ SRHൻ്റെ കാര്യം പറയുമ്പം നമുക്കറിയാം SRHൻ്റെ മെയിൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരുടെ ബാറ്റിംഗ് യൂണിറ്റ് തന്നെയാണ്. അപ്പം നമ്മളോർക്കും അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും ആയിരിക്കും അതിൻ്റെ അകത്തെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഡ്യുവോ എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഈ സമീപകാലത്തെ ഫോമെല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ക്യാപ്റ്റനായ ഇഷാൻ കിഷൻ തന്നെയാണ് ടോപ്പിൽ നിൽക്കുന്നത്. അപ്പം കഴിഞ്ഞ കളിയിലും തുടക്കത്തിലെ 2 വിക്കറ്റ് പോയി കഴിഞ്ഞിട്ട് ഇഷാൻ കിഷൻ വന്ന് നടത്തിയൊരു കൗണ്ടർ അറ്റാക്ക്, ആ ഒരു ഗെയിം നമ്മൾ കണ്ടതാണ്. അപ്പം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എന്താ SRHൻ്റെ ഒരു ബോളിംഗ് അറ്റാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ SRHൻ്റെ ബോളിംഗ് അറ്റാക്ക് താരതമ്യേന, അതായത് കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും കുറച്ച് ബെറ്റർ ആയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അവർക്കും ഈ ഇഞ്ചുറീസ് ഒരു മേജർ കൺസേൺ തന്നെയാണ്. ഇപ്പോൾ കൊൽക്കത്ത സൈഡിലെ ഇഞ്ചുറീസിനെ പറ്റി പറയുകയാണെങ്കിൽ അവർ ലേലത്തിൽ മേടിച്ച മഹേഷ് ഭദ്രാന ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല. ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡുമായിട്ട് അവർ കോൺസ്റ്റൻ്റ്ലി അപ്ഡേറ്റ്സ് നടക്കുന്നുണ്ടെന്ന് ഇവരുടെ ഹെഡ് കോച്ച് അഭിഷേക് നായർ പറയുന്ന സമയത്തും ഇവർക്ക് ഒരു ETA ഇതുവരെ കിട്ടിയിട്ടില്ല, എന്ന് അവൈലബിൾ ആയിരിക്കും എന്നുള്ളത്. ഇതുപോലെ തന്നെ ഹൈദരാബാദിൻ്റെ പേസ് ബോളേഴ്സ് മിച്ചൽ സ്റ്റാർക്ക് ആണെങ്കിലും എപ്പം അവരുടെ ടീമിൽ ജോയിൻ ചെയ്യുന്നുള്ളതും അവർക്ക് കാര്യമായിട്ടുള്ള അപ്ഡേറ്റ് ഇല്ല. എന്തായാലും അതുകൊണ്ട് തന്നെ ഇഷാൻ കിഷൻ തന്നെയായിരിക്കും ഇന്നും ഹൈദരാബാദിനെ ക്യാപ്റ്റനായിട്ട് നയിക്കുക എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇവിടെ ടോസ് ഒരു നിർണായകമൊരു ഘടകമെന്ന് പറയേണ്ടി വരും. കാരണം ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീം എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 200 അടുത്തൊരു റണ്ണ് സ്കോർ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഇവിടുത്തെ ഒരു പിച്ച് ഔട്ട്ഫീൽഡിൻ്റെയും ഒക്കെ ഒരു സ്വഭാവം വെച്ചിട്ട് ഈ റൺസ് ഡിഫെൻഡ് ചെയ്യാനായിട്ട് വളരെ പാടാണ് ഈ ഒരു ഗ്രൗണ്ടിൽ. മെയിനായിട്ട് ഇതിൻ്റെ മഞ്ഞുവീഴ്ചയുടെ ഇഷ്യൂ ഉണ്ടാവും. പിന്നെ ഔട്ട്ഫീൽഡ് വളരെ ക്വിക്കാണ്. അതുകൊണ്ട് തന്നെ ബോളിങ് അത്ര ഈസി ആയിട്ടൊരു കാര്യമല്ല സെക്കൻഡ് ഇന്നിങ്സ് വരുമ്പോഴത്തേന്. പിന്നെ അടുത്ത് പറയാനുള്ള വേറൊരു പ്ലെയർ എന്ന് പറയുന്നത് ഹെൻറിച്ച് ക്ലാസനാണ്. ഹെൻറിച്ച് ക്ലാസൻ നമുക്കറിയാം കൊൽക്കത്തയുടെ ഒരു മേജർ പവർഫുൾ പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ ഒരു സ്പിൻ ഓപ്ഷൻസ് ആണ്, വരുൺ ചക്രവർത്തി, സുനിൽ നരേന്. അപ്പം ഈ ഹെൻറിച്ച് ക്ലാസ് എന്ന് പറയുന്ന ആൾ, പുള്ളിക്ക് സ്പിൻ ഹിറ്റ് ചെയ്യാനായിട്ടൊരു പ്രത്യേക കഴിവാണുള്ളത്. പുള്ളി സ്പിൻ ഹിറ്റിംഗ് ഒരു എക്സ്പെർട്ടൈസ് ആണ്. അപ്പം ആ ഒരു പുള്ളിയുടെ മുന്നിലേക്ക് വരുൺ ചക്രവർത്തിയും സുനിൽ നരേനും വരുമ്പോഴത്തേന് ഹൈദരാബാദിന് അതൊരു ഈസി ടാർഗറ്റായിട്ട് മാറും. എന്തായാലും നമുക്ക് കളി കാണാം, കണ്ടു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. താങ്ക് യു.